ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏപ്രിൽ 2020 ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇൻഫിനിക്സ് എന്ന കമ്പനിയുടെ ഹോട്ട് 9 എന്നുള്ള ഫോൺ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഫോൺ ഓൾറെഡി ഇന്തോനേഷ്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. 6.6 ഇഞ്ചിൻ്റെ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ പിന്നിൽ നമുക്ക് 16 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ലഭിക്കും. റൗണ്ട് ഷേപ്പിലുള്ള ഒരു ക്യാമറ മോഡ്യൂളുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ നമുക്ക് 5000 mAh ബാറ്ററി ലഭിക്കും. ഹീലിയോ A25 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോൺ 7000-8000 രൂപ പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. വിവോയുടെ വിവോ V19 എന്നുള്ള ഫോൺ മാർച്ച് 26 ലോഞ്ച് ചെയ്യാനിരുന്ന ഫോണാണ്. എന്നാൽ കൊറോണ വൈറസ് കാരണം ഈ ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് മാറ്റിവെക്കുകയായിരുന്നു. ഈ ഫോൺ ഈ മാസം ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അമോലെഡ് ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഒരു ഡ്യുവൽ പഞ്ചോൾ ഡിസ്പ്ലേ ലഭിക്കും. ഫോണിൻ്റെ ഫ്രണ്ടിൽ 32+8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ലഭിക്കാനാണ് സാധ്യത. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ലഭിക്കും. സ്നാപ്ഡ്രാഗൺ 712 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ നമുക്ക് 4500 mAh ബാറ്ററി ലഭിക്കാനാണ് സാധ്യത. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ വില 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. ഓപ്പോയുടെ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകളാണ് ഓപ്പോ ഫൈൻഡ് X2ഉം അതുപോലെ ഓപ്പോ ഫൈൻഡ് X2 പ്രോയും. രണ്ട് ഫോണുകളും ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളായിരിക്കും. രണ്ട് ഫോണുകളിലും നമുക്ക് 2K റെസൊല്യൂഷൻ ആയിരിക്കും ലഭിക്കുക. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും രണ്ട് ഫോണുകളിലും സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും രണ്ട് ഫോണുകളും വരിക. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ നമുക്ക് 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ലഭിക്കും. പിന്നെ രണ്ട് ഫോണുകളിലും 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓപ്പോ ഫൈൻഡ് X2ൻ്റെ പിന്നിൽ നമുക്ക് 48+13+12 മെഗാ പിക്സൽ ക്യാമറയും ഓപ്പോ ഫൈൻഡ് X2 പ്രോയുടെ പിന്നിൽ നമുക്ക് 48+48+13 മെഗാ പിക്സൽ ക്യാമറയും ലഭിക്കുന്നതായിരിക്കും. പിന്നെ രണ്ട് ഫോണുകളും യൂറോപ്യൻ കൺട്രീസിൽ ലോഞ്ച് ചെയ്തതാണ്. ഓപ്പോ ഫൈൻഡ് X2 ലോഞ്ച് ചെയ്തത് 83,000 രൂപ പ്രൈസ് റേഞ്ചിലും ഓപ്പോ ഫൈൻഡ് X2 പ്രോ ലോഞ്ച് ചെയ്തത് 1,00,000 രൂപ പ്രൈസ് റേഞ്ചിലുമാണ്. സാംസങ്ങിൻ്റെ ഈ മാസം ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഫോണാണ് സാംസങ് M11. ഈ ഫോൺ സാംസങ്ങിൻ്റെ UAE സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 450 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ പിന്നിൽ നമുക്ക് 13+5+2 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ലഭിക്കും. ഫ്രണ്ടിൽ നമുക്ക് 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ലഭിക്കുന്നതായിരിക്കും. പിന്നെ 5000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ നമുക്ക് 6.4 ഇഞ്ചിൻ്റെ TFT LCD ഡിസ്പ്ലേ ആയിരിക്കും ലഭിക്കുക. ഈ ഫോണിൻ്റെ വില 10,000 രൂപയ്ക്ക് താഴെ വരാനാണ് സാധ്യത. പിന്നെ സാംസങ്ങിൻ്റെ ഈ മാസം ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു ഫോണാണ് സാംസങ് M41. ചിലപ്പോൾ ഈ ഫോൺ സാംസങ് M51 എന്ന പേരിലും ലോഞ്ച് ചെയ്തേക്കാം. 6.5 ഇഞ്ചിൻ്റെ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ പിന്നിൽ നമുക്ക് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ലഭിക്കുക. നോക്കിയയുടെ ചില ഫോണുകൾ കഴിഞ്ഞ മാസം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരുന്നു. നോക്കിയ 8.3 5G, നോക്കിയ 1.3, പിന്നെ നോക്കിയ 5.3. ഈ ഫോണുകൾ ചിലപ്പം ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നോക്കിയ 8.3 5G വരുന്നത് സ്നാപ്ഡ്രാഗൺ 765G പ്രോസസ്സറുമായിട്ടാണ്. ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6.81 ഇഞ്ചിൻ്റെ പ്യൂർവി ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ നമുക്ക് 64+12+2+2 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 24 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. 4500 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 48,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. നോക്കിയ 5.3 വരുന്നത് 6.55 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. സ്നാപ്ഡ്രാഗൺ 665 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ നമുക്ക് 13+5+2+2 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ലഭിക്കും. ഫ്രണ്ടിൽ നമുക്ക് 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ആയിരിക്കും ലഭിക്കുക. 4000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വില 12,000 രൂപയുടെയും അതുപോലെ 15,000 രൂപയുടെയും ഇടയിൽ വരാനാണ് സാധ്യത. നോക്കിയ 1.3ൽ നമുക്ക് 5.71 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും ലഭിക്കുക. ആൻഡ്രോയിഡ് ഗോ സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് 8 മെഗാ പിക്സൽ ക്യാമറയും ഫ്രണ്ടിൽ നമുക്ക് 5 മെഗാ പിക്സൽ ക്യാമറയും ആയിരിക്കും ലഭിക്കുക. പിന്നെ 3000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ വില 6,000-7,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. ആപ്പിളിൻ്റെ ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോണാണ് iPhone 9. ചിലപ്പോൾ ഈ ഫോൺ iPhone SE2 എന്ന പേരിലും ലോഞ്ച് ചെയ്തേക്കാം. 4.7 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ നമുക്ക് A13 ബയോണിക് ചിപ്പ് ആയിരിക്കും ലഭിക്കുക. ഈ ഫോണിൻ്റെ വില 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. ഈ ഫോൺ മിക്കവാറും ഏപ്രിൽ 15-നായിരിക്കും ലോഞ്ച് ചെയ്യുക. പിന്നെ ഗൂഗിളിൻ്റെ Pixel 4 എന്നുള്ള ഫോൺ ഈ മാസം ചിലപ്പം ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്.
5.8 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. സ്നാപ്ഡ്രാഗൺ 730 എന്നുള്ള പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയും ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയും ലഭിക്കാനാണ് സാധ്യത. പിന്നെ 3080 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ വില 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. പിന്നെ പിക്സൽ 4a സീരീസിൽ 5G സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഫോണുകളും ചിലപ്പം വന്നേക്കാം. കഴിഞ്ഞ മാസം ചൈനയിൽ ലോഞ്ച് ചെയ്ത നൂബിയ റെഡ് മാജിക് 5G എന്ന ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ചിലപ്പോൾ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 6.65 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 64+8+2 2 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. 4500 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില 40,000-ൻ്റെയും അതുപോലെ 45,000-ൻ്റെയും ഇടയിൽ വരാനാണ് സാധ്യത. ഷവോമിയുടെ കഴിഞ്ഞ മാർച്ച് 31 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്ന ഫോണാണ് Mi 10. ഈ ഒരു ഫോൺ ഈ മാസം ഇന്ത്യയിൽ എത്തിയേക്കാം. സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ നമുക്ക് 108 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 6.67 ഇഞ്ചിൻ്റെ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൽ നമുക്ക് 4780 mAh ബാറ്ററി ലഭിക്കും. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില 40,000 രൂപയ്ക്ക് മുകളിൽ വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൻ്റെ കൂടെ Mi 10 Pro എന്നുള്ള ഫോണും അതുപോലെ തന്നെ Mi 10 Lite എന്നുള്ള ഫോണും ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. റെഡ്മിയുടെ ഈ മാസം ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള മറ്റ് ഫോണുകളാണ് റെഡ്മി 9ഉം അതുപോലെ റെഡ്മി നോട്ട് 9ഉം. റെഡ്മി 9ൽ നമുക്ക് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G80 എന്നുള്ള പ്രോസസ്സർ ലഭിക്കുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ലഭിക്കും. സർക്കുലർ ഷേപ്പുള്ള ഒരു ക്യാമറ മോഡ്യൂളായിരിക്കും ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് ലഭിക്കുക. ഈ ഫോണിൻ്റെ വില 10,000 രൂപയ്ക്ക് താഴെ ആവാനാണ് സാധ്യത. OnePlusൻ്റെ 8 സീരീസ് ഈ ഏപ്രിൽ 14 ലോഞ്ച് ചെയ്യാൻ പോവാണ്. OnePlus 8 സീരീസിൽ 3 ഫോണുകളാണ് വരുന്നത്. OnePlus 8, OnePlus 8 Pro പിന്നെ OnePlus Z. ഇതിൽ OnePlus 8ഉം OnePlus 8 Proയും ഏപ്രിൽ 14 തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. OnePlus Z അന്ന് ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ ഒന്നുമില്ല. ചിലപ്പോൾ ഈ ഫോൺ അന്ന് ലോഞ്ച് ചെയ്തേക്കാം. OnePlus 8ഉം OnePlus 8 Proയും സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് വരുന്നത്. OnePlus 8 Proയുടെ പിന്നിൽ നമുക്കൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പും OnePlus 8ൻ്റെ പിന്നിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ലഭിക്കും. രണ്ട് ഫോണുകളും പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും വരിക. രണ്ട് ഫോണുകളിലും നമുക്ക് AMOLED ഡിസ്പ്ലേ ലഭിക്കും. പിന്നെ OnePlus 8 Proയിൽ വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും അതുപോലെ തന്നെ IP റേറ്റിംഗും നമുക്ക് ലഭിക്കും. പിന്നെ കഴിഞ്ഞ മാർച്ച് 26 റിയൽമിയുടെ ലോഞ്ച് ചെയ്തിരുന്ന ഫോണാണ് റിയൽമി നാർസോ 10ഉം അതുപോലെ റിയൽമി നാർസോ 10എയും. കൊറോണ വൈറസ് കാരണം ഈ രണ്ട് ഫോണുകളുടെയും ലോഞ്ച്മെൻറ്റ് മാറ്റിവെക്കായിരുന്നു. ഈ രണ്ട് ഫോണുകളും ഈ മാസം ഇന്ത്യയിലെത്താൻ ചാൻസ് ഉണ്ട്. റിയൽമി നാർസോ 10 എന്നുള്ള ഫോൺ റിയൽമി 6i എന്നുള്ള ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷനാണ്. 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്ക് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G80 എന്നുള്ള പ്രോസസ്സറായിരിക്കും ലഭിക്കുക. ഫോണിൻ്റെ പിന്നിൽ നമുക്ക് 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ലഭിക്കും. ഫ്രണ്ടിൽ നമുക്ക് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ലഭിക്കും. 5000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. റിയൽമി നാർസോ 10ൽ നമുക്ക് 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും ലഭിക്കുക. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G70 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ പിന്നിൽ നമുക്ക് 12+2+2 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ലഭിക്കും. ഫ്രണ്ടിൽ നമുക്ക് 5 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ലഭിക്കുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ വില 8,000-9,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. പിന്നെ റിയൽമിയുടെ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് പോക്കോ X2 എന്നുള്ള ഫോണിന് കോമ്പറ്റീഷനായിട്ടായിരിക്കും വരിക. പിന്നെ പോക്കോയുടെ ഒരു ഫോൺ ഈ മാസം ചിലപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് പോക്കോ F2 ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ പോക്കോ X2 Pro ആയിരിക്കും. സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകൾ. ഇതിൽ നിങ്ങൾ ഏത് ഫോണിനാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.